ഹായ് സ്റ്റുഡൻസ്, അപ്പൊ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടിപ്പു സുൽത്താൻ എന്തായിട്ടാണ് സാധാരണ അറിയപ്പെടുന്ന ഒരു ടൈറ്റിൽ ഉണ്ട് അല്ലെ. എന്ത് ടൈറ്റിലാണ്? ഇറ്റ് ഈസ് മെയിൻലി ദ ടൈഗർ ഓഫ് മൈസൂർ എന്നാണ് പറയുന്നത് അല്ലെ. മൈസൂർ ഭരിച്ചിട്ടുള്ള ഒരു ശക്തനായ ഒരു റൂളർ ആയിരുന്നു ആര്? ടിപ്പു സുൽത്താൻ അല്ലെ. അപ്പൊ ടിപ്പു സുൽത്താനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിഞ്ഞാലോ കുട്ടികളെ? ഓക്കെ, അപ്പൊ നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. And the company resorted to direct military confrontation when it saw a threat to its political or economic interest. എന്താണ് പറയുന്നത്? കമ്പനി എന്ന് പറയുന്നത് ഏത് കമ്പനിയാണ്? നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷുകാരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിനെയാണ് പറഞ്ഞത്. The company resorted to direct military confrontation when it saw a threat to its political or economic interest. എന്ന് വെച്ചാൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യന്റെ പല സ്റ്റേറ്റ്സിലും ട്രേഡ് നടത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് അവിടെ ആർമീനെ അവിടേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ഉള്ള ഫുൾ ആളുകളെ എന്ന് വെച്ചാൽ എത്ര ആളുകളെ കൊന്നെടുക്കാൻ പറ്റുമോ അത്രയും അവിടെ നശിപ്പിച്ച് അവിടെ അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി നോക്കും. അതാണ് ബ്രിട്ടീഷുകാരെ ടൈപ്പ് ഓഫ് ട്രിക്സ് അല്ലെ. അവിടെ ഭരിക്കാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള പ്രോഫിറ്റ് അവർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഏത് വഴിയും നോക്കും അല്ലെ, അവിടെ ഒരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്? Mysore had grown in strength under the leadership of powerful rulers like Hyder Ali, ruled from 1761 to 1782. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൈസൂർ എന്ന് പറയുന്ന റീജിയനെ കുറിച്ചാണ് അല്ലെ. മൈസൂർ എന്ന സിറ്റി ഏറ്റവും കൂടുതൽ പവർഫുൾ ആയി നിന്നിരുന്നത് എപ്പോഴായിരുന്നു? ആരുടെ ലീഡർഷിപ്പിലായിരുന്നു? ഇറ്റ് ഈസ് ലൈക്ക് ഹൈദർ അലി എന്ന് പറയുന്ന റൂളറിന്റെ ലീഡർഷിപ്പില് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കിങ്ഡം ആയി മാറിയിരുന്നു മൈസൂർ. ഏത് ടൈം ലൈനിലായിരുന്നു മക്കളെ? ഇറ്റ് 1761 to 1782 അല്ലെ. 1761 to 1782 ആരുടെ ഭരണമായിരുന്നു മൈസൂരിലെ കുട്ടികളെ? ഇറ്റ് ഈസ് ഹൈദർ അലിന്റെ ഭരണമായിരുന്നു അല്ലെ. ആൻഡ് his famous son Tipu Sultan ruled from 1782 to 1799. ഇതേ ഹൈദർ അലിന്റെ മകനാണ് ആര് മക്കളെ? ഇറ്റ് ഈസ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെയാണ് മൈസൂർ ഭരിച്ചത്? it is 1782 to 1799 വരെയുള്ള ആ ഒരു ടൈം ലൈനിലായിരുന്നു ആര് ഭരിച്ചത്? ടിപ്പു സുൽത്താൻ ഭരിച്ചത് അല്ലെ. ടിപ്പു സുൽത്താനെ പറയുന്ന ടൈറ്റിൽ എന്തായിരുന്നു കുട്ടികളെ? ഇറ്റ് ഈസ് ടൈഗർ ഓഫ് മൈസൂർ എന്നാണ് അല്ലെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരെന്താണ്? ഹൈദർ അലി എന്നാണ്. എപ്പോ തൊട്ട് ഏത് വർഷം തൊട്ടാണ് ഹൈദർ അലി ഭരിച്ചത് മൈസൂര്? ഇറ്റ് ഈസ് 1761 to 1782 വരെയാണ് അല്ലെ. And his famous son Tipu Sultan അല്ലെ. ആൻഡ് ഹൈദർ അലിന്റെ സൺ ആയിട്ടുള്ള ടിപ്പു സുൽത്താന് മൈസൂർ ഭരിച്ചത് 1782 to 1799 വരെയാണ് അല്ലെ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, the Mysore controlled the profitable trade of the Malabar coast where the company purchased pepper and cardamom. എന്ന് വെച്ചാല് മൈസൂരുകാര് കൂടുതലായിട്ട് പ്രോഫിറ്റ് നേടിയത് ട്രേഡിലൂടെയാണ് അല്ലെ. എവിടെയുള്ള ട്രേഡിലൂടെയായിരുന്നു? മലബാർ കോസ്റ്റിൽ അല്ലെ. മലബാർ കോസ്റ്റിൽ അവിടെ കൂടുതൽ ട്രേഡ് പെർപ്പസസിന് മൈസൂരുകാര് മെയിൻ ആയിട്ട് പ്രോഫിറ്റ് ഗെയിൻ ചെയ്തത് മലബാർ കോസ്റ്റ് എന്നായിരുന്നു അല്ലെ. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ ആ ഒരു മലബാർ കോസ്റ്റ് തന്നെയാണ് ബ്രിട്ടീഷുകാരെ എന്ത് വാങ്ങിയിരുന്നത്? പെപ്പർ അല്ലെ, കുരുമുളകും കാർഡമും ഒക്കെ വാങ്ങിയിരുന്നത് അല്ലെ, ട്രേഡ് പെർപ്പസസിന് വേണ്ടിയിട്ട്. അതേ സ്ഥലത്ത് തന്നെയായിരുന്നു മൈസൂർ അവരുടെ ട്രേഡ് നടത്തിയിരുന്നതും അതേ പ്ലേസിലാണ്. ബ്രിട്ടീഷുകാർ സെയിം തിങ്സ് അല്ലെ. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാരാണെങ്കിലും പോർച്ചുഗീസ് ആണെങ്കിലും ഡച്ച് ആണെങ്കിലും ഫ്രഞ്ചുകാരാണെങ്കിലും അവർക്കൊക്കെ സെയിം ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു വേണ്ടിയിരുന്നത് നമ്മുടെ മലബാർ കോസ്റ്റിൽ നിന്ന് അല്ലെ. ഇപ്പൊ പെപ്പർ ആണെങ്കിൽ കോട്ടൺ, സിൽക്ക്, കാർഡമം, അങ്ങനെ പലതരത്തിലുള്ള എല്ലാവർക്കും ഒരേ സാധനമായതുകൊണ്ട് അല്ലെ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും അല്ലെ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നു അല്ലെ. നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് in 1785 Tipu Sultan stopped the export of sandalwood. അങ്ങനെ 1785 ടിപ്പു സുൽത്താൻ എന്ത് നിർത്തലാക്കി എന്ന കുട്ടികളെ പറയുന്നത്? ദി എക്സ്പോർട്ട് ഓഫ് സാൻഡൽവുഡ്.
എക്സ്പോർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നിന്ന് നമ്മൾ ചന്ദന മരങ്ങളെ തടികൾ ഇങ്ങനെ കടത്തില്ലേ അല്ലെ, അതിന് ആ ഒരു എക്സ്പോർട്ട് നിർത്തലാക്കി വേറെ രാജ്യങ്ങളിലേക്ക് ചന്ദന മരങ്ങൾ ഇത് നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് പല രീതിയിലുള്ള കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ പലതിലുള്ള പ്രൊഡക്ട്സ് ആക്കിയിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, റോ മെറ്റീരിയൽ ആയിട്ട് പല കൺട്രീസിലേക്ക് അയക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു അല്ലെ. ആ ഒരു സിറ്റുവേഷൻ അല്ലെ, ആ ഒരു കണ്ടീഷൻ നിർത്തലാക്കി എന്നാണ് പറയുന്നത്. ആരുടെ കാലഘട്ടത്തിൽ കുട്ടികളെ? ഇറ്റ് ഈസ് ഇൻ 1785 ടിപ്പു സുൽത്താൻ സ്റ്റോപ്പ് ദ എക്സ്പോർട്ട് ഓഫ് സാൻഡൽവുഡ് മാത്രമാണോ? അല്ലല്ലേ. പെപ്പർ ആൻഡ് കാർഡമം ത്രൂ ദി പോർട്സ് ഓഫ് ഹിസ് കിങ്ഡം എല്ലാം നിർത്തലാക്കി. സാൻഡൽവുഡും പെപ്പറും കാർഡമവും മറ്റുള്ള കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് അല്ലെ, കൊടുക്കുന്നത് ടിപ്പു സുൽത്താന്റെ പീരീഡിൽ അത് നിർത്തലാക്കി എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഏത് വർഷമാണ് മക്കളെ? 1785 1785 ഓർക്കുക. And disallowed the local merchants from trading with the company. പിന്നെന്താണ് നിർത്തലാക്കിയത് മക്കളെ? മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ലോക്കൽ മെർച്ചന്റ്സ് ഇവിടെ വന്നിട്ട് ഈ ബ്രിട്ടീഷുകാര് സെല്ല് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരെ അവരെന്ത് ചെയ്തു? ബ്ലോക്ക് ചെയ്തു അല്ലെ, എല്ലാവരെയും തടഞ്ഞു എന്നാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ടിപ്പു സുൽത്താന്റെ പീരീഡില്? ഫസ്റ്റ് വൺ, സ്റ്റോപ്പ് ദ എക്സ്പോർട്ട് ഓഫ് സാൻഡൽവുഡ് അല്ലെ, എന്ന് വെച്ചാൽ സാൻഡൽവുഡ് ഇവിടുന്ന് കൊടുക്കാൻ അല്ലെ, സാൻഡൽവുഡ് ആണെങ്കിലും പെപ്പർ ആണെങ്കിലും കാർഡമം ആണെങ്കിലും അതിന്റെ ഒക്കെ വേറെ കൺട്രീസിലേക്ക് നമ്മൾ നൽകുന്ന ആ ഒരു എക്സ്പോർട്ടിങ് നിർത്തലാക്കി. പിന്നെ വേറെ സ്ഥലത്ത് നിന്ന് വരുന്ന ബ്രിട്ടീഷുകാരെ തേടി വരുന്നവരുണ്ടല്ലോ പല പ്രൊഡക്ട്സിന് വേണ്ടി, അവരെയും തടഞ്ഞു എന്നാണ് പറയുന്നത്. ആരുടെ പീരീഡിലെ മക്കളെ? ടിപ്പു സുൽത്താന്റെ പീരീഡില്. ഏത് വർഷമാണ് കുട്ടികളെ? 1785 ആണെന്ന് ഓർക്കുക. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ടിപ്പു സുൽത്താൻ കൊണ്ടുവന്നത് നമുക്ക് നോക്കിയാലോ മൈസൂരില്. ആൻഡ് ഹി ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ് എ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ഫ്രഞ്ച് ഇൻ ഇന്ത്യ ആൻഡ് മോഡേണൈസ്ഡ് ഹിസ് ആർമി വിത്ത് ദിയർ ഹെൽപ്പ്. ആരുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു ഈ ടിപ്പു സുൽത്താന്? മെയിൻലി ഹി ഹാസ് എ ക്ലോസ് റിലേഷൻഷിപ്പ്. ആരുമായിട്ട്? ഫ്രഞ്ചുകാരുമായിട്ട്. ഓക്കെ, ഫ്രഞ്ചുമായിട്ട് അദ്ദേഹത്തിന് ഒരു ഇതുണ്ടായത്. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിന്റെ ആർമീനെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫ്രഞ്ചുകാരുമായിട്ട് എന്ത് ചെയ്തു? ഒരു ബന്ധം തുടർന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ബ്രിട്ടീഷ് വെർ ഫ്യൂരിയസ് and they saw Haldar and Tipu as ambitious, arrogant and dangerous. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഹൈദരലി ആണെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ ടിപ്പു സുൽത്താൻ ആണെങ്കിലും അവരെന്താണ് ഇവർക്കെതിരെ എന്താണ് പല രീതിയിലുള്ള നല്ല ഇതല്ല ചെയ്തു കൊടുക്കുന്നത്, എല്ലാം ഓപ്പോസിറ്റ് ആണ് അല്ലെ. അവരെ എങ്ങനെങ്കിലും റൂൾ ഇവിടെ നിർത്തി പുറത്താക്കാനുള്ള പല രീതികളാണ് ഹൈദരലി ആയിക്കോട്ടെ ടിപ്പു സുൽത്താനും നോക്കുന്നത് അല്ലെ. അത് മനസ്സിലാക്കാം. അപ്പൊ ഇവർക്ക് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇവർ രണ്ടുപേരും റൂൾ ചെയ്താലും എന്താണ് അവർക്ക് കേടാണ് എന്നുള്ളത്. ഓക്കെ, the rulers who had to be controlled and crushed. അപ്പൊ ബ്രിട്ടീഷുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ബെനിഫിറ്റും ഉണ്ടാക്കി തരാത്ത ഈ ഭരണാധികാരികളെ നിലയുറപ്പിച്ചുകൂടാ, അവരെ ഇവിടുന്ന് പുറത്താക്കണം, നാട് കടത്തണം എന്നുള്ള രീതിയിലേക്ക് വന്നു കേട്ടോ. അപ്പോ പിന്നെന്തൊക്കെ കാര്യങ്ങളാണ്? അങ്ങനെ ബ്രിട്ടീഷുകാര് 4 യുദ്ധങ്ങളാണ് മൈസൂരുമായിട്ട് അവര് നടത്തിയത്. 4 wars were fought with മൈസൂർ. ഏതൊക്കെ വർഷങ്ങളിലായിരുന്നു ആ 4 വാർസിന്റെ ടൈം ലൈൻ മക്കളെ? ഇറ്റ് ഈസ് 1767 to 69. 1767 മുതൽ 69 വരെയായിരുന്നു ഫസ്റ്റ് യുദ്ധം നടന്നത്. പിന്നെ രണ്ടാമത്തെ യുദ്ധം എപ്പോഴായിരുന്നു കുട്ടികളെ? 1780 to 84 അല്ലെ, 1780 മുതൽ 84 വരെയായിരുന്നു അല്ലെ. ആൻഡ് തേർഡ് വാർ, മൂന്നാം യുദ്ധം എപ്പോഴായിരുന്നു നടന്നത്? 1792 to 1790 മുതൽ 92 വരെയാണ് മൂന്നാമത്തെ യുദ്ധം നടന്ന ടൈം ലൈൻ. ആൻഡ് ലാസ്റ്റ് നാലാമത്തെ എപ്പോഴാണ്? 1799 അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് 4 വാർസ് നടന്നത്? 1767 to 69, second one 1780 to 84 അല്ലെ, and third one 1790 to 92, and fourth one 1799. Okay, only in the last, the battle of
Seringapatam, and only in the last battle of Seringapatam did the company ultimately win a victory. അങ്ങനെ സെറിംഗപാട്ടം എന്ന് പറയുന്ന ലാസ്റ്റ് ബാറ്റിൽ കമ്പനി ബ്രിട്ടീഷുകാർ തന്നെ ഇതിൽ വിജയിച്ചു എന്നാണ് പറയുന്നത്. സെറിംഗപാട്ടം എന്ന് പറയുന്ന ബാറ്റിൽ ബ്രിട്ടീഷുകാർ തന്നെ ഈ ലാസ്റ്റ് യുദ്ധം ആകുമ്പോഴേക്ക് തന്നെ വിക്ടറി ആരുടെ കയ്യിലായി? ബ്രിട്ടീഷുകാരുടെ കയ്യിലായി അല്ലെ. ആൻഡ് ടിപ്പു സുൽത്താൻ വാസ് കിൽഡ് ഡിഫെൻഡിങ് ഹിസ് ക്യാപിറ്റൽ സെറിംഗപാട്ടം. ഓക്കെ, ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ, അദ്ദേഹം റൂൾ ചെയ്യുന്ന സ്ഥലം കിങ്ഡം സംരക്ഷിക്കാൻ വേണ്ടി മരണപ്പെട്ടു എന്നാണ് പറയുന്നത്, കൊല്ലപ്പെട്ടു എന്നതാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് മൈസൂർ വാസ് പ്ലേസ്ഡ് അണ്ടർ ദ ഫോമർ റൂളിംഗ് ഡൈനസ്റ്റി ഓഫ് ദ വോഡയാസ്. അങ്ങനെ ടിപ്പു സുൽത്താൻ ആയിരുന്നല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ബാറ്റിലിൽ അദ്ദേഹം കൊല്ലപ്പെടുകയും പിന്നെ മൈസൂർ മുമ്പ് ഭരിച്ചിരുന്ന ഡൈനസ്റ്റി വോഡയാസിന്റെ കൈമലാവുകയും ആൻഡ് എ സബ്സിഡറി അലയൻസ് വാസ് ഇമ്പോസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്. എന്തായിരുന്നു സബ്സിഡറി അലയൻസ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് ഓർക്കുന്നുണ്ടോ? അവരുടെ ആർമിക്ക് പേയ്മെന്റ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ, അവരുടെ ആർമീനെ നോക്കാനുള്ള റവന്യൂ ആ സ്റ്റേറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ സ്റ്റേറ്റിന്റെ പകുതി ഭാഗവും ഹാഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് ലാൻഡ് ആരുടെ കയ്യിലാവും? ബ്രിട്ടീഷുകാരുടെ കയ്യിലാവും. അതാണ് നമ്മൾ സബ്സിഡറി അലയൻസ് പറഞ്ഞത് അല്ലെ. അപ്പൊ നെക്സ്റ്റ് ഇതാണ് കോർൺവാലിസ് receiving the sons of Tipu Sultan as hostages. കോർൺവാലിസ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ ടിപ്പു സുൽത്താന്റെ 2 മക്കളെയും കൊണ്ടുപോവുകയാണ്. എന്തിനാ? വധിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കാൻ വേണ്ടി, വളർത്താൻ വേണ്ടിയിട്ടല്ലല്ലോ കൊണ്ടുപോകുന്നത്, വധിക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ്? ഇനിയുള്ള കാലഘട്ടത്തിൽ ഇവരാവുമെങ്കിൽ റൂളേഴ്സ്, അതും ഇവർക്ക് ഡേഞ്ചർ ആണ് അല്ലെ. ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പരമ്പരനെ ഫുള്ളായിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ അവരെയും കൂടെ കൊണ്ടുപോകുന്നത് അല്ലെ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ഇനി വാർ വിത്ത് ദ മറാത്താസ്. മറാത്താസുമായിട്ട് ഈ ബ്രിട്ടീഷുകാര് യുദ്ധം എങ്ങനെയായിരുന്നു നോക്കിയാലോ കുട്ടികളെ. ഓക്കെ, ഫ്രം ദ ലേറ്റ് 18th century. ഇതെപ്പോഴാണ് നടക്കുന്നത്? 18ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ the company also sought to curb and eventually destroy Maratha power. ഇനിയിപ്പോ മറാത്താസ് റൂൾ ചെയ്യുന്ന ആ ഒരു സിറ്റിയിൽ അവരെന്ത് ചെയ്തു? 18ാം നൂറ്റാണ്ട് അവസാനം ഇവരുമായിട്ട് യുദ്ധത്തിന് പോയി എന്നതാണ് പറയുന്നത്. അവരുടെ ആ മറാത്ത പവർ അവിടെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇവരുമായിട്ട് ഒരു വാർ വിളിച്ചത്. ആൻഡ് with their defeat in the third battle of Panipat, അങ്ങനെ മറാത്താസ് എന്തായി? ഈ ഒരു യുദ്ധത്തില്, ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തില് അവര് തോറ്റു പോവുകയും, എപ്പോഴായിരുന്നു? ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ്, ഇന്ന 3ാമത്തെ ബാറ്റിൽ ഓഫ് പാനിപ്പറ്റിലാണ് ആ ഒരു ഇതിലാണ് മറാത്താസ് തോറ്റ്. ഏത് വർഷമായിരുന്നു കുട്ടികളെ? 1761 തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റില് മറാത്താസ് തോൽക്കുകയും, മറാത്താസിന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു അവിടെയുള്ള ഭരണാധികാരിക്ക്. എന്തായിരുന്നു ആ ഒരു സ്വപ്നം? ദ ഡ്രീം ഓഫ് റൂളിംഗ് ഫ്രം ഡൽഹി വാസ് ഷാറ്റേർഡ് അല്ലെ. ഡൽഹി മുഴുവനായിട്ടും ഭരിക്കാനുള്ള ഒരു സ്വപ്നം ഉണ്ടായിരുന്നു മറാത്താസിന്. അതും അവിടെ എന്തായി? ഷട്ടേർഡ് അല്ലെ. അതവിടെ കഴിഞ്ഞു. എന്ന് വെച്ചാല് ബ്രിട്ടീഷുകാർ ജയിച്ചാണെങ്കിൽ ബാക്കിയുള്ള ഇതൊക്കെ ബ്രിട്ടീഷുകാരെ കൈമലല്ലേ വരിക. അപ്പൊ ബാക്കിയുള്ള അവരുടെ റൂളിന്റെ ഇതും കഴിഞ്ഞ് അവർ തോൽക്കുകയും ചെയ്തു ഈ ഒരു തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റിൽ അല്ലെ. നെക്സ്റ്റ് വൺ, ഓക്കെ, and they were divided into many states under different chiefs. അങ്ങനെ ഈ മറാത്താസ് എന്തായി? പല സ്റ്റേറ്റ്സിലുമായിട്ട് വിഭജിച്ചു എന്ന്. എന്തൊക്കെയായിട്ടാന്നാ പറയുന്നത്? ഡിഫറെന്റ് സർദാർസ് ആയിട്ടും, ബിലോങ്ങിങ് ടു ഡൈനസ്റ്റി സിന്ധിയ, ഹോൾക്കാർ, ഗാൽക്വാഡ് ആൻഡ് ബോൺസിൽ. ഇവരെ എന്തായിട്ട് എത്ര പേര്? 1 2 3 4 ടൈപ്സ് ആയിട്ട് എന്ത് ചെയ്തു? ഇവരെ വിഭജിച്ചു മറാത്താസിനെ. എന്തൊക്കെ പേരിലാണ്? സിന്ധിയ, ഹോൾക്കാർ and Gaikwad and Bonsal. അതാണ് 4 ടൈപ്സ്. They were divided into many states under different chiefs. ഇവര് പല സ്റ്റേറ്റ്സിനെയും ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഡിഫറെന്റ് ചീഫ്സിനെ അവിടേക്ക് കൊടുത്തു. ഓരോ ഹെഡിനെ ഓരോ സ്റ്റേറ്റിലാക്കി കൊടുത്തു ഈ മറാത്താസ് പവർ. ഓക്കെ, എങ്ങനെയൊക്കെയാണ് അവർ ഇതാക്കിയത്? ഇറ്റ് ഈസ്
ഈ ഒരു ഡിഫറെന്റ് ചീഫ്സിന് സർദാസ് എന്നാ പറയുക. ഓരോ സ്റ്റേറ്റിലും വെക്കുന്ന ചീഫ്സിന് സർദാസ് എന്ന പേരാണ് കേട്ടോ പറയുന്നത് കുട്ടികളെ. അപ്പൊ ഈ സർദാസിന്റെ ഓരോ സ്റ്റേറ്റിലുള്ള ആ ഡൈനസ്റ്റീസിന്റെ പേരെന്തൊക്കെയാണ്? സിന്ധിയ ആൻഡ് ഹോൾക്കാർ ആൻഡ് ഗേക്വാഡ് ആൻഡ് ബോൺസിൽ. ഇതാണ് ഓരോ സ്റ്റേറ്റിലുള്ള അവരുടെ ചീഫ്സിന്റെ നെയിംസ് കേട്ടോ. ഓക്കെ, ഡിഫറെന്റ് ചീഫ്സ് ബിലോങ്ങിങ് ടു ഡൈനസ്റ്റീസ്. ഈ എന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റിലും ഇവരുടെ ഓരോ ഡിഫറെന്റ് ഹെഡ് ഉണ്ടാവും. ആ ഹെഡിന്റെ പേരാണ് സർദാസ് എന്ന് പറയുന്നത്. ആ സർദാസ് എന്ന് പറയുമ്പോൾ പല കിങ്ഡമിൽ നിന്ന് വരുന്ന ഹെഡ്സ് ആയിരിക്കും. ആ കിങ്ഡത്തിന്റെ പേരാണ് സിന്ധിയ, ഹോൾക്കാർ, ഗേക്വാഡ് ആൻഡ് ബോൺസിൽ എന്ന് ഓർക്കണം കേട്ടോ കുട്ടികളെ, മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ്. And these chiefs were held together in a confederacy under a Peshwa principal minister who became its effective military and administrative head based in Pune. പിന്നെന്താണ് കുട്ടികളെ പറയുന്നത്? ഈ ഒരു ഷെഫ്സ് എന്ന് പറയുമ്പോൾ എല്ലാരും കൂടെ കൂടിയിട്ടാണ് എന്തുണ്ടാവുക? ഒരു കോൺഫിഡറസി. ആരുടെ ഇതിലാണ്? ഇറ്റ് ഇസ് അണ്ടർ എ പെഷ്വ. ആരുടെ നേതൃത്വത്തിലാണ് ഒരു മീറ്റിംഗ്, ഒരു കോൺഫിഡറസി കൂടുന്നത്? അല്ലെ, പ്രിൻസിപ്പൽ മിനിസ്റ്റർ എന്നാണ് പെഷ്വ എന്നതിന്റെ അർത്ഥം. ഓക്കെ, ആരുടെ ലീഡർഷിപ്പിലാണ്? പെഷ്വ. പെഷ്വ എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ? പ്രിൻസിപ്പൽ മിനിസ്റ്റർ എന്നാണ്. ഹു ബിക്കെയിം ഇറ്റ്സ് എഫക്റ്റീവ് മിലിറ്ററി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്. എന്ന് വെച്ചാൽ മിലിറ്ററിന്റെയും എല്ലാ വിധത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സിന്റെ ഹെഡ് ആയിരിക്കും പെഷ്വ. പെഷ്വ എന്ന് പറയുന്ന മീനിങ് എന്താണ്? പ്രിൻസിപ്പൽ മിനിസ്റ്റർ എന്നാണ്. ആ പ്രിൻസിപ്പൽ മിനിസ്റ്റർ ആയിരിക്കും ആ ഒരു ചീഫ്സിന്റെ ഹെഡ്. എന്തിന്റെയൊക്കെ ഹെഡ് ആയിരിക്കും കുട്ടികളെ? എന്തായിരിക്കും? മിലിറ്ററിന്റെയും അഡ്മിനിസ്ട്രേറ്റീവിന്റെയും. ഓരോ സ്റ്റേറ്റിലുള്ള മിലിറ്ററിന്റെയും അഡ്മിനിസ്ട്രേറ്റീവിന്റെ ഹെഡ് ആരായിരിക്കും കുട്ടികളെ? ഈ ഒരു പെഷ്വ ആയിരിക്കും. പെഷ്വ എന്ന് പറയുന്നത് ആരാണ്? പ്രിൻസിപ്പൽ മിനിസ്റ്റർ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, മഹാജി സിന്ധിയ and Nana Fadnis were two famous Maratha soldiers and statesmen of late 18th century. അപ്പോ മറാത്താസ് റൂൾ ഉണ്ടായിരുന്നപ്പോ ആ ഒരു അവരുടെ ഭരണം നടന്നപ്പോ ആരൊക്കെയായിരുന്നു ഫേമസ് ആയിട്ടുള്ള സോൾജിയേഴ്സ് മക്കളെ? ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് മഹാജി സിന്ധിയ അല്ലെ. ഫസ്റ്റ് വൺ ഏതാണ്? മഹാജി സിന്ധിയ. ആൻഡ് സെക്കൻഡ് വൺ ഇറ്റ് ഈസ് Nana Fadnis and third one അല്ലെ. And we're two famous. ഇവര് രണ്ടുപേരാണ് എന്ത്? ടു ഫേമസ് സോൾജിയേഴ്സ് അല്ലെ. മറാത്ത സോൾജിയേഴ്സ് ആണ് മഹാജി സിന്ധിയ. പിന്നെ ഏതാണ് കുട്ടികളെ? നാനാ ഫാദ്നീസ്. ഓക്കെ, ഇതോ മറക്കാതെ നോക്കുക. അവർ ഏത് കാലഘട്ടത്തിലായിരുന്നു ഫേമസ് ആയിരുന്നത്? ലേറ്റ് 18th century അല്ലെ. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലായിരുന്നു അല്ലെ. നെക്സ്റ്റ്. And the Marathas were subdued in a series of wars. അങ്ങനെ മറാത്താസ് ഈ കമ്പനിയിലെ ബ്രിട്ടീഷുകാർ പല യുദ്ധത്തിന് വിളിക്കുമ്പോഴും മറാത്താസ് ഇങ്ങനെ തോറ്റുകൊണ്ടേയിരുന്നു. ബ്രിട്ടീഷുകാരായിരിക്കും കൂടുതൽ വിക്ടറി നേടിയിരുന്നത്. And in the first war that ended in 1782 with the Treaty of Salbai, there was no clear victor. എന്ന് വെച്ചാല് ആ ഫസ്റ്റ് വാറില്, ഫസ്റ്റ് യുദ്ധം 1782ലാണ് അവസാനിച്ചത്. ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ മറാത്താസും. ആ ഒരു ട്രീറ്റിന്റെ പേര് ട്രീറ്റി ഓഫ് സാൽബായ് എന്നാണ് ആ ഒരു ട്രീറ്റിന്റെ പേര് കേട്ടോ കുട്ടികളെ. എന്താണ് ആ ട്രീറ്റിന്റെ പേര്? ട്രീറ്റി ഓഫ് സാൽബായ്. ആൻഡ് there was no clear victor. അവിടെ ആരും ഒരു വിക്ടേഴ്സ് ആയിരുന്നില്ല. എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരും അല്ല മറാത്താസും അല്ലായിരുന്നു. പിന്നെ സെക്കൻഡ് വാറിലോ ദ സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാർ എപ്പോഴായിരുന്നു? ഇറ്റ് ഇസ് 1803 to 05. ഇന്ന് 1803 to 1805 വരെ ആയിരുന്നു സെക്കൻഡ് മറാത്ത വാർ നടന്നത്. ആൻഡ് ഇറ്റ് ഈസ് fought on different fronts, resulting in the British gaining the Orissa and territories north of the Yamuna river, including Agra and Delhi. അങ്ങനെ സെക്കൻഡ് വാറിലും മറാത്താസിന് പവർ നഷ്ടപ്പെട്ടു. ബ്രിട്ടീഷുകാർ പല ടെറിട്ടറീസ്, മറാത്ത റൂൾ ചെയ്യുന്ന പല ടെറിട്ടറീസും അവരുടെ ബ്രിട്ടീഷുകാരെ കൈമലായി എന്നാണ് കേട്ടോ കുട്ടികളെ പറയുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളാണ് അവരുടെ കയ്യിലായത്? ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ഒറീസ.
പിന്നെ സെക്കൻഡ് വൺ, ഒറീസയും അതിന് ചുറ്റുപാടുമുള്ള ടെറിട്ടറീസ് ഒക്കെ ബ്രിട്ടീഷുകാരുടെ കൈമലായിട്ടോ. പിന്നെ നോർത്ത് ഓഫ് ദി യമുന റിവർ ഏതൊക്കെ സ്ഥലങ്ങൾ അപ്പൊ പെടും? ആഗ്ര, ഡൽഹി അല്ലെ? ആഗ്ര, ഡൽഹി സ്ഥലങ്ങളും പെടും. അപ്പൊ ഏതൊക്കെയാണ് സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാറിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചപ്പോ ബ്രിട്ടീഷുകാർക്ക് ഏതൊക്കെ സ്ഥലങ്ങൾ കിട്ടി? ഒറീസ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് ആൻഡ് ആഗ്ര, ഡൽഹി. അത് ഓർക്കണം കേട്ടോ, മറക്കാതെ പഠിക്കുക. ഓക്കെ, ഫൈനലി അങ്ങനെ തേർഡ് ആംഗ്ലോ മറാത്ത വാർ നടന്നു. മൂന്നാം യുദ്ധവും മറാത്താസും ബ്രിട്ടീഷുകാരും നടന്നു. ഏത് വർഷത്തിലാണ് മക്കളെ? ഇറ്റ് ഇസ് ഇൻ 1817 to 1819. 1817 മുതൽ 1819 വരെയുള്ള ആ ഒരു ടൈമിലായിരുന്നു തേർഡ് മറാത്ത വാർ നടന്നത്. ഇറ്റ് ക്രഷ്ഡ് മറാത്ത പവർ. ഇത് മറാത്താസിന് കീഴിലുള്ള എല്ലാ ടെറിട്ടറീസും സിറ്റീസും ഒക്കെ എന്തായി? തവിട് പൊടിയായി. അതൊക്കെ ബ്രിട്ടീഷുകാരുടെ സുപ്പീരിയോറിറ്റിയിൽ എത്തി എന്നതാണ്. And the Peshwa was removed and sent away to Bittur near Kanpur with a പെൻഷൻ. നമ്മൾ പറഞ്ഞു പെഷ്വ എന്ന് പറയുന്നത് അവരുടെ പ്രിൻസിപ്പൽ മിനിസ്റ്റർ ആണ്, ഹെഡ് ആണ്. എല്ലാ വിധത്തിലുള്ള മിലിറ്ററി കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാണ്? നമ്മളെ മറാത്താസിന്റെ ഇതിൽ വരുന്നതാണ്. അവര് നമ്മൾ പറഞ്ഞല്ലോ ഓരോ ഹെഡ്സിനെ ആക്കും, ചീഫ്സിനെ സർദാർസ് എന്ന് ഓരോ സ്റ്റേറ്റിലാക്കും. അവരുടെ ഒക്കെ ഒരു കോൺഫിഡറസി നടത്തും. അത് ആരുടെ കീഴിലാണെന്ന് ഞാൻ പറഞ്ഞത് മക്കളെ? ഇറ്റ് ഈസ് നമ്മുടെ ഈ ഒരു പെഷ്വ പ്രിൻസിപ്പൽ മിനിസ്റ്ററിന്റെ കീഴിലാണെന്നല്ല ഞാൻ പറഞ്ഞത്. ആ ഒരു പ്രിൻസിപ്പൽ മിനിസ്റ്ററിനെ അവിടെ നിന്ന് മാറ്റി ബ്രിട്ടീഷുകാർ കാൺപൂരിലേക്ക് അയച്ചു. എന്നിട്ട് ഒരു പെൻഷൻ തുക കൊടുത്തു. ഓക്കെ, and the company now had complete control over the territories south of Vindhyas. അങ്ങനെ കമ്പനിക്ക് ഏതൊക്കെ സ്ഥലങ്ങൾ കിട്ടി? ഫുൾ ആയിട്ടുള്ള ഈ മറാത്താസിന്റെ കംപ്ലീറ്റ് കൺട്രോള് അല്ലെ? മറാത്താസ് ഭരിക്കുന്ന ടെറിട്ടറീസിന്റെ കംപ്ലീറ്റ് കൺട്രോൾ ആരുടെ കയ്യിലായി കുട്ടികളെ? ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിലായി അല്ലെ? ഓക്കെ, ഏതൊക്കെ സ്ഥലങ്ങളാണ്? ദ ടെറിട്ടറീസ് സൗത്ത് ഓഫ് വിന്ധ്യാസ് അല്ലെ? സൗത്ത് ഓഫ് വിന്ധ്യ റേഞ്ചസിന്റെ ചുറ്റിലുള്ള ടെറിട്ടറീസ് ഒക്കെ ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിലായി എന്നതാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അപ്പോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്? മറാത്താസിന്റെ വാർ ഓഫ് മറാത്താസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ? വാർ ഓഫ് മറാത്താസ്, അവരുടെ ചീഫ്സിനെ കുറിച്ച് പറഞ്ഞു, 4 വാർസ് പറഞ്ഞു അല്ലെ? അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ ടിപ്പു സുൽത്താനെ കുറിച്ച് പറഞ്ഞു. പിന്നെ മൈസൂർ എന്ന് പറയുമ്പോൾ പവർഫുൾ ആയിട്ടുള്ള റൂളേഴ്സ് ആരൊക്കെയായിരുന്നു മക്കളെ നമ്മൾ പറഞ്ഞത്? ഹൈദർ അലിയും അദ്ദേഹത്തിന്റെ മകൻ ടിപ്പു സുൽത്താനും അല്ലെ? അങ്ങനെ 2 മൈസൂർ റൂളേഴ്സും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത ട്രേഡ് തിങ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു മക്കളെ? ഇറ്റ് ഈസ് മെയിൻലി സാൻഡൽവുഡും പെപ്പറും കാർഡമും ആയിരുന്നു എന്ന് ആലോചിക്കണം കേട്ടോ കുട്ടികളെ. പിന്നെ അപ്പൊ ടിപ്പു സുൽത്താൻ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ വന്നു. ഈ ഒരു ട്രേഡ് എന്ന് വെച്ചാൽ വേറെ രാജ്യത്തേക്ക് നമ്മുടെ പെപ്പറും സാൻഡൽവുഡും കാർഡമും ഒന്നും ട്രേഡ് ചെയ്യാൻ പറ്റില്ല, പുറമേന്ന് വരുന്ന ട്രേഡേഴ്സിനെ ഇവിടെ കയറ്റുമില്ല എന്ന് ടിപ്പു സുൽത്താൻ പറഞ്ഞു. അങ്ങനെ ഇവരുടെ ആർമി കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി ടിപ്പു സുൽത്താൻ ആരുമായിട്ട് ബന്ധപ്പെട്ടു? ഇറ്റ് ഈസ് ഫ്രഞ്ചുകാരുമായിട്ട് കൂടുതൽ അവര് ഇടപഴകി ഇല്ല? അവരുടെ ആർമി കുറച്ചും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഇവരെ പേടിക്കാൻ തുടങ്ങി. ഇവർ കൂടുതൽ കാലം ഭരിച്ചാൽ അവർക്ക് കേടാന്നുള്ളത്. പിന്നെ എന്തൊക്കെയാണ് മക്കളെ പറഞ്ഞ്? 4 ടൈപ്സ് ഓഫ് യുദ്ധം ഈ ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താൻ അവരും തമ്മിൽ, മൈസൂറുകാരും തമ്മിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കായിരുന്നു കൂടുതൽ വിക്ടറി? ഇറ്റ് ഈസ് ബ്രിട്ടീഷുകാർക്ക് തന്നെയായിരുന്നു. ദ ബാറ്റിൽ ഓഫ് സെരിംഗപാട്ടം അല്ലെ? സെരിംഗപാട്ടം എന്ന് പറയുന്നത് ഈ ടിപ്പു സുൽത്താൻ ഭരിക്കുന്ന ക്യാപിറ്റലാണ് മൈസൂറിന്റെ. അപ്പൊ ടിപ്പു സുൽത്താൻ ആ ഒരു ഇതില് ബാറ്റിൽ കൊല്ലപ്പെടുകയും ആ ഒരു സെരിംഗപാട്ടം എന്ന് പറയുന്ന ആ ഒരു ക്യാപിറ്റല് ബ്രിട്ടീഷുകാരുടെ കയ്യിലാവുകയും ചെയ്തു. ഓക്കെ, പിന്നെ മറാത്താസിന്റെ ആ വാറിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ? മൈസൂർ കഴിഞ്ഞ് മറാത്താസും തമ്മില് ബ്രിട്ടീഷുകാരെ യുദ്ധം എന്തൊക്കെയായിരുന്നു? അങ്ങനെ
18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, മറാത്താസിന് മുഴുവൻ ഇങ്ങനെ തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കി. അങ്ങനെ അവര് മറാത്താസ് ദ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റിൽ തോൽവി സമ്മതിക്കുകയും ബ്രിട്ടീഷുകാർക്ക് എന്തായി ഡൽഹിന്റെ പല ഭാഗങ്ങളും, ഡൽഹി, ആഗ്ര, ഒറീസ, അതൊക്കെ അവരുടെ കയ്യിലാവുകയും ചെയ്തു. ആൻഡ് ദേ വർ ഡിവൈഡഡ് ഇൻ ടു മെനി സ്റ്റേറ്റ്സ് അല്ലെ. എന്ന് വെച്ചാൽ ഈ മറാത്താസ് പല ഇതിലായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. പല സ്റ്റേറ്റിലും അവർ പല ഹെഡ്സിന് കൊടുക്കും. ആ ഹെഡ്സിന്റെ പേരെന്തായിരുന്നു മക്കളെ? സർദാസ് എന്നായിരുന്നു അല്ലെ. പിന്നെ ആ സർദാസ് ആ ചീഫ്സുകള് പല കിങ്ഡമിൽ നിന്ന് വന്നതാണ്. ഓക്കെ, ഏതൊക്കെ കിങ്ഡം? സിന്ധ്യ, ഹോൾക്കാർ, ഗേക്വാഡ് ആൻഡ് ബോൺസിൽ. ഓക്കെ, പിന്നെന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഈ ചീഫ്സിനൊക്കെ എന്താ പറയാ, ഒരു ലീഡർ ഉണ്ട് അല്ലെ. ആ ലീഡറിന്റെ പേരാണ് നമ്മൾ പെഷ്വ എന്ന് പറഞ്ഞത്, പ്രിൻസിപ്പൽ മിനിസ്റ്റർ. ഓക്കെ, ആ പ്രിൻസിപ്പൽ മിനിസ്റ്ററിനാണ് മിലിറ്ററി, ആ ഒരു മറാത്താസിന്റെ മിലിറ്ററി കൈകാര്യം ചെയ്യുന്നതും അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ഇവിടെയുള്ള ഫേമസ് സോൾജേഴ്സ് ആരൊക്കെയാണ്? മഹാത്ജി, സിന്ധ്യ ആൻഡ് നാന ഫാദ്നീസ് അല്ലെ. മഹാത്ജി, സിന്ധ്യ ആൻഡ് നാന ഫാദ്നീസ് ആണ് ഈ ഒരു മറാത്തയിലെ ഫേമസ് ആയിട്ടുള്ള സോൾജിയേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ മറാത്താസ് കുറെ വാർസിലൊക്കെ പരാജയപ്പെട്ടു. ഫസ്റ്റ് വാർ, അവരുടെ ആദ്യ യുദ്ധം അവസാനിച്ചത് 1782 ആ ഒരു ടൈമിൽ ബ്രിട്ടീഷുകാർക്കും വിക്ടറി പോയില്ല, മറാത്താസിനും പോയില്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തെ യുദ്ധത്തില് ബ്രിട്ടീഷുകാർ ജയിക്കുകയും ബ്രിട്ടീഷുകാർക്ക് ഒറീസ, ആഗ്ര, ഡൽഹി എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിലാവുകയും ചെയ്തു. അങ്ങനെ തേർഡ് ആംഗ്ലോ മറാത്ത വാർ വന്നപ്പോ ഈ മറാത്താസ് പിന്നെന്തായി തവിട് പൊടിയായി എന്ന് തന്നെ പറയാം. ബ്രിട്ടീഷുകാർക്ക് അവരുടെ ടെറിട്ടറീസ് മൊത്തം അൾട്ടിമേറ്റ് പവർ അവിടെ ബ്രിട്ടീഷുകാരായി എന്ന് പറയാം അല്ലെ. അപ്പൊ അങ്ങനെ അവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഈ പെഷ്വ ആണ് അവിടെയുള്ള സർദാസിനെ, എല്ലാ സ്റ്റേറ്റിലുള്ള സർദാസിനെ എന്ത് ചെയ്യുന്നത്, അവരാണ് നോക്കുന്നത്. അവരെന്തൊക്കെ റൂളാണ് അവിടെ ഏർപ്പെടുത്തുന്നത് എന്നൊക്കെ. ആ പെഷ്വേനൊക്കെ അവരെ ഇങ്ങോട്ട് നാട് കടത്തി, ബ്രിട്ടീഷുകാരെ കാൺപൂരിലേക്ക് നാട് കടത്തി എന്ന് പറയുന്നു. ദ കമ്പനി നൗ ഹാഡ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ദ ടെറിട്ടറി. ഇപ്പോ ബ്രിട്ടീഷുകാർക്ക് ആ ഒരു വിദ്യാ റേഞ്ചിന്റെ സൗത്ത് ഏരിയ ഫുള്ളുള്ള സ്ഥലങ്ങളിൽ കംപ്ലീറ്റ് കൺട്രോൾ വന്നു എന്നതാണ് പറയുന്നത് കേട്ടോ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് മെയിൻലി. എന്തൊക്കെയാണ് ഒന്നുകൂടെ നമുക്ക് പറഞ്ഞാലോ? ടിപ്പു സുൽത്താന്റെ കാര്യം പറഞ്ഞു അല്ലെ. ഓക്കെ, ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് എന്ത് പേരിലായിരുന്നു അറിയപ്പെട്ടത്? ടിപ്പു സുൽത്താൻ, ഇറ്റ് ഈസ് ടൈഗർ ഓഫ് മൈസൂർ അല്ലെ. പിന്നെ അദ്ദേഹത്തിന്റെ ഫാദർ ആയിരുന്നു ആര് അല്ലെ? ഹൈദർ അലി. പവർഫുൾ റൂളർ ആയിരുന്നു ഹൈദർ അലി. ഓക്കെ, അല്ലെ. ഇവരുടെ മൈസൂർ കിങ്ഡം എന്ന് പറയുന്നത് ഏതായിരുന്നു? സെറിംഗപാട്ടം. ഓക്കെ, പക്ഷെ ഈ ഒരു ഏരിയ മൈസൂർ ഇവര് പല ബാറ്റിൽസിലൂടെ ഈ ബ്രിട്ടീഷുകാർ അതൊക്കെ കീഴടക്കി. മൈസൂർ പല റീജിയൻസും അവരുടെ കീഴിലായി അല്ലെ. പിന്നെ ടിപ്പു സുൽത്താൻ പിന്നെ ആ ഒരു സെറിംഗപാട്ടം എന്ന് പറയുന്ന അവരുടെ കിങ്ഡം സംരക്ഷിക്കുന്നതിനിടയിൽ മരിക്കുകയും ചെയ്തു അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് മക്കളെ? മറാത്താസിന്റെ ഇതാണ് അല്ലെ, വാർ. മറാത്താസിന്റെ ഇതെന്ന് പറയും, മറാത്താസ് പല സ്റ്റേറ്റിലും ഡിവൈഡഡ് ആണ്. എന്തൊക്കെ ഇതിലാണ്? അതെ, അവരെ സർദാസ് എന്ന രീതിയില്, സർദാസ് എന്ന് പറയുന്നത് ചീഫ്സ് എന്നാണ്. പല സ്റ്റേറ്റിലും അവരുടെ ചീഫ്സ്. ഈ സർദാസിനെ നോക്കുന്നത് ആരാണ്? പെഷ്വാസ് ആണ്. പെഷ്വാസ് എന്ന് പറയുന്നത് എന്താണ് മീൻ ചെയ്യുന്നത്? പ്രിൻസിപ്പൽ മിനിസ്റ്റർ ആണ്.
ഈ പ്രിൻസിപ്പൽ മിനിസ്റ്റർ ആണ് എന്ത് നോക്കുന്നത്? അവിടുത്തെ മിലിറ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് കൈകാര്യം ചെയ്യുന്നത് ഈ പെഷ്വ ആണ്. ഓക്കെ, അങ്ങനെ ഈ ഒരു പെഷ്വാസിനെ എന്ത് ചെയ്തു? ഈ ബ്രിട്ടീഷുകാർ ഫുള്ള് കൈക്കലാക്കിയല്ലോ. ഇപ്പൊ പാനിപ്പറ്റ് യുദ്ധത്തിലാണെങ്കിൽ അങ്ങനെ ഓരോ ബാറ്റിൽ അവര് എന്താക്കി? ഈ ഒരു മറാത്താസിന്റെ കീഴിലുള്ള എല്ലാ ടെറിട്ടറീസും അവരുടെ കീഴിലാക്കി. അങ്ങനെ ബ്രിട്ടീഷുകാരെ ആനക്സ് ചെയ്ത മറാത്താസിന്റെ ഏരിയ ഏതൊക്കെയായിരുന്നു? ഏരിയാസ് ലൈക്ക് ഏതൊക്കെ ഏരിയാസ് ആണ്? ഫസ്റ്റ് വൺ ഒറീസ അല്ലെ, ഒറീസ. പിന്നെ ഏതൊക്കെയാണ്? ഡൽഹി, പിന്നെ ആഗ്ര. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ടിപ്പു സുൽത്താന്റെ ഇതും പറഞ്ഞു അല്ലെ. ടിപ്പു സുൽത്താനും അദ്ദേഹത്തിന്റെ ഫാദർ ഹൈദർ അലിയും പവർഫുൾ റൂളേഴ്സ് ആയിരുന്നു. അവരുടെ കിങ്ഡം എന്ന് പറയുന്നത് സേറിംഗപാട്ടം എന്ന് പറയുന്നതാണ്. പിന്നെ വാർ വിത്ത് മറാത്ത, അങ്ങനെ ബ്രിട്ടീഷുകാരുമായിട്ട് ടിപ്പു സുൽത്താനും പല ബാറ്റിൽ എന്ത് ചെയ്തു? അവർക്കും വിക്ടറി നേടാൻ കഴിയാത്തതുകൊണ്ട് അവരുടെ പല റീജിയൻസും ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. പിന്നെ മറാത്താസുമായിട്ട് ബ്രിട്ടീഷുകാർ വാർ നടത്തിയപ്പോ പല റീജിയൻസിലായിട്ട് അവരെന്ത് ചെയ്തു? ഡിവിഷൻ നടത്തി. മറാത്താസ്, സർദാസ്, പെഷ്വാസ്. സർദാസ് എന്ന് പറയുന്ന പല സ്റ്റേറ്റിലും അവർ ഓരോ ഹെഡ്സിനെ ഇതാക്കി. അവരെയൊക്കെ ലീഡർഷിപ്പ് ആരുടെ ഇതിലാണ്? അവരെയൊക്കെ കൈകാര്യം ചെയ്യുന്ന പെഷ്വാസ് ആണ്. പെഷ്വാസ് എന്ന് പറയുന്ന പ്രിൻസിപ്പൽ മിനിസ്റ്റർ ആണ് ഞാൻ പറഞ്ഞു. ആ പ്രിൻസിപ്പൽ മിനിസ്റ്റർ ആണ് മിലിറ്ററി അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ മറാത്താസിന്റെ പല ടെറിട്ടറീസും ബ്രിട്ടീഷുകാർ കൈക്കലാക്കി. ഏതൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞത്? ഇറ്റ് ഈസ് ഒറീസ, ഡൽഹി, ആഗ്ര എന്നീ സ്ഥലങ്ങൾ ഈ ബ്രിട്ടീഷുകാരുടെ ഇതില് വന്നു എന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്തത്. അപ്പൊ നെക്സ്റ്റ് സെഷനിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.